ഹായ് ഗായ്സ്, ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? അരിപ്പൊടി, മുട്ട, പഴം, പിന്നെ പഞ്ചസാര, പിന്നെ അല്പം പാലോ അല്ലെങ്കിൽ വെള്ളമോ, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്കൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ വീഡിയോ. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പേരും കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ വാമിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പഴം പുഴുങ്ങിയിരുന്നു. പിന്നെ അതൊന്ന് എന്താ വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആയതാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എത്ര എടുക്കുന്നോ ആ ഒരു അളവിലുള്ള പഴം എടുത്ത് അത് മുറിച്ച് അതിലേക്ക് ഇടുക. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇടുക. ഞാനിപ്പോൾ ഉണ്ടാക്കിയിൽ ഇച്ചിരി മധുരം കുറവാണ്, സാധാരണ നല്ല മധുരം ഉണ്ടാവലുണ്ട്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് അതും ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. പാലൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ചേർക്കുന്നില്ല, പകരം വെള്ളം ഇച്ചിരി ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തു. ദേ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി. കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ അത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് എന്താ പറയുക ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ അത് മാറ്റാം. പിന്നെ അല്ലെങ്കിൽ എന്നാൽ കുഴപ്പമില്ല, നമുക്ക് പൊരിച്ചെടുക്കല്ലേ, അതിലേക്ക് വന്നോളും. അതിന് ശേഷം ഇത് പത്തിരിപ്പൊടി, എൻ്റെ പത്തിരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ആ കോലം. അപ്പോൾ അതെന്തായാലും തീർക്കാം. അപ്പം ഇതിനും പ്രത്യേകിച്ച് ഒരു അളവ് കാര്യങ്ങളില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഈ ബാറ്ററിലേക്ക് ഈ പൊടി ഇട്ട് കുറച്ച് കനാവുന്നവരെ, ഒരു കട്ടിയാവുന്നവരെ നമുക്ക് ഇടണം. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് അളവ് എനിക്ക് അളവില്ല. അപ്പോൾ നമ്മൾ ആ കട്ടിയാവുന്നവരെ എടുത്താൽ മതി കേട്ടോ. ഏകദേശം ആ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കാനുള്ള ഒരു കട്ടി ഉണ്ടല്ലോ, ആ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഈ നമ്മളെ പക്കവടയില്ലേ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രൂപത്തിലൊക്കെയാണ് ഇത് പൊരിച്ചെടുത്താൽ നമുക്ക് തോന്നുക കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴം ഉണ്ടല്ലോ, പഴം എടുക്കുമ്പോൾ പഴം കുറച്ച് പഴുക്കാത്ത പഴക്കാണെങ്കിൽ ഒന്ന് പഴം പുഴുങ്ങിയിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാലും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ കുറച്ച് പഴുത്തതായതുകൊണ്ട് വേവിക്കാൻ നിന്നില്ല കേട്ടോ. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രത്യേക അളവുകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഒരു മുട്ട, അര അല്ലെങ്കിൽ ഒരു പഴം, പിന്നെ ആവശ്യത്തിന് പാല്, പഞ്ചസാര, അങ്ങനെയൊക്കെയാണ് എടുക്കാറ് കേട്ടോ. അപ്പം ഇത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇതിൽ കുറഞ്ഞാലോ കൂടിയാലോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ പഞ്ചസാര കുറച്ച് ഇടുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇട്ടതിൽ ഇത്തിരി കുറവാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം കേട്ടോ. ഞാൻ റെസ്റ്റ് വെക്കാറില്ല കേട്ടോ. പിന്നെ അപ്പോൾ തന്നെ എടുത്ത് പൊരിക്കല, അപ്പോൾ അങ്ങനെയും ചെയ്യാണ്. അങ്ങനെ അതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടാവണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊഴിക്കുക. എണ്ണയിൽ വെച്ച് പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടിലാവുമ്പോൾ ഇത് അരിപ്പൊടിയാണ്, പെട്ടെന്ന് എന്താ കരിഞ്ഞു പോകും. നമുക്ക് ഇടലും ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് തന്നെ ഉള്ളു വെന്ത് കിട്ടില്ല, പെട്ടെന്ന് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇത് ആദ്യം ഇട്ടത് ഇച്ചിരി കരിഞ്ഞു പോയി, അതാണ് ആ കളറ്. അത്രയൊന്നും ആവരുത്, അത്രയായി കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പം അതിന് മുമ്പേ എടുത്ത് മാറ്റണം. ചൂട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റാണ്. എത്ര സമയം വരെ ഈ സോഫ്റ്റ്നെസ്സിൽ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ എണ്ണയിൽ പൊരിക്കുന്നതായതുകൊണ്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്ന സമയത്ത് ഒന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ ഇത് യൂസ് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.